അർജുൻ്റെ വീടിന് സമീപത്ത് നിന്ന് റമീസ് കൂടി ചേരുന്നുണ്ട്. റമീസിലേക്ക് കൂടി പോകേണ്ടതുണ്ട് അതിവേഗത്തിൽ. എന്തായാലും കർണാടകയിൽ അങ്കോളയിൽ ഷിരൂരിൽ നിന്നാണ് സന്തോഷ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തിരച്ചിൽ പുരോഗമിക്കുന്നു. പുനരാരംഭിച്ചിട്ടില്ല ഇന്നത്തെ തിരച്ചിൽ. അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ തിരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് അറിയുന്നത്. റമീസ് ഇപ്പോൾ അർജുൻ്റെ വീടിന് സമീപത്ത് നിന്ന് ചേരുകയാണ്. റമീസ്, നമുക്കറിയാം ഒരു വേദന അത് എത്രത്തോളം ആയിരിക്കുമെന്നൊന്നും നമുക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞു വെക്കാൻ കഴിയില്ല. കാരണം 9ാം നാളാണ് ഒരു അർജുന് വേണ്ടി ആ കുടുംബം കാത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ഒരു വേദന എന്ന് പറയുന്നത് നമുക്ക് മാധ്യമങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും, മനുഷ്യർക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ അതിലേക്കൊന്നും ചോദിക്കുന്നില്ല. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം മാത്രം പെട്ടെന്ന്? അഞ്ജന, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഷിരൂരിൽ നിന്നുള്ള ഒരു ശുഭവാർത്ത അത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അർജുൻ്റെ കുടുംബവും. ഈ 9ാം നാളിലും അവരെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കൂടുതൽ സൈന്യം എത്തിയതും കൂടുതൽ സന്നാഹങ്ങൾ എത്തിയതും ഉപകരണങ്ങൾ എത്തിയൊക്കെ തന്നെ കൂടുതൽ പ്രതീക്ഷ കുടുംബത്തിന് നൽകുന്നുണ്ട്. ഇന്നലെ വരെ കുടുംബം ഒരു നിരാശയായിരുന്നു പങ്കുവച്ചിരുന്നതെങ്കിൽ പിന്നീട് കൂടുതൽ സന്നാഹങ്ങൾ എത്തുകയും സോണാർ പരിശോധനയിൽ പുതിയ സിഗ്നൽ കണ്ടെത്തുകയും ചെയ്തതിന് പിന്നാലെ വീണ്ടും അർജുൻ തിരികെ വരും, തൻ്റെ പ്രിയപ്പെട്ടവൻ തിരികെ വരുമെന്ന ഒരു പ്രതീക്ഷ കുടുംബം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പങ്കുവച്ചിരുന്നു. അർജുനെ കണ്ടെത്താൻ നടത്തുന്ന നിലവിലെ തിരച്ചിൽ അത് ഊർജിതമാക്കിയതിലും കൂടുതൽ സന്നാഹങ്ങൾ എത്തിച്ചതിലും നന്ദിയുണ്ടെന്നും കൂടെ നിന്നവരെല്ലാം ഓർക്കുന്നുണ്ടെന്നും ഈ കുടുംബം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് അവരുടെ പ്രതീക്ഷയും. ഇത് തന്നെയാണ് അവർ ഒരു ശുഭവാർത്ത ഷിരൂരിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് കാരണം ഇന്നലെ വരെ അവർ കൂടുതൽ വലിയ രീതിയിൽ വിമർശനം അവിടുത്തെ സംവിധാനങ്ങളോടും അവിടെ ഒരുക്കിയിരിക്കുന്ന സന്നാഹങ്ങളെക്കുറിച്ചൊക്കെയും തന്നെ പങ്കുവച്ചിരുന്നു. പിന്നീട് കൂടുതൽ ഉപകരണങ്ങളൊക്കെയും തന്നെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അർജുനെ കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരണം എന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഈ ഒരു തിരച്ചിലിനിടയ്ക്ക് കാണാതായ പലരെയും കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ശുഭവാർത്ത അത് കുടുംബത്തിന് വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബം പങ്കുവച്ചത് ജീവനോടെ അർജുൻ തിരികെ വരുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷയൊക്കെ മാറി ഇപ്പോൾ അർജുൻ തിരികെ വരും എന്നൊരു വീണ്ടും ഒരു പ്രത്യാശ, അതാണ് കുടുംബം ഇപ്പോൾ നമ്മളോട് പങ്കുവെക്കുന്നത്. അഞ്ജന, റമീസാണ് വിവരങ്ങൾ നൽകുന്നത്. റമീസിലെ അവിടുത്തെ വിവരങ്ങൾ നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ആ ഒരു കുടുംബത്തിൻ്റെ വേദന എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്കത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു വയ്ക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതിലേക്ക് കൂടുതൽ കടക്കാതിരിക്കുന്നത് തന്നെയാണ് ഉചിതം. അവരുടെ ആ വേദനയെ കൂടുതലായി പ്രേക്ഷകരിലേക്ക് അങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രേക്ഷകരും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. കർണാടകയിലെ അനാസ്ഥയെപ്പറ്റി നിരവധി പ്രേക്ഷകർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. 9 ദിവസമായി എന്താണ് അവരവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. മണ്ണിനടിയിൽ കുടുങ്ങിയ ഒരു ലോറി 9 ദിവസമായി കണ്ടെത്താൻ കഴിയാത്തവരാണോ ചന്ദ്രനിൽ പോകുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സാങ്കേതിക വിദ്യയെ കുറ്റം പറയുന്നു, നമ്മുടെ സംവിധാനത്തെ കുറ്റം പറയുന്നവരുണ്ട്. എന്തായാലും അവരൊക്കെ അവരുടെ പ്രതിഷേധം കൊണ്ടാണ്, വിഷമം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. കാരണം 9 ദിവസമായി നമ്മുടെ ഒരു ജീവൻ ആ മണ്ണിനടിയിൽപ്പെട്ടിട്ട് തുടക്കത്തിലുണ്ടായ ആ ഒരു അനാസ്ഥ, അലംഭാവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഒരു അലംഭാവം കൊണ്ടാണ് ഇത് ഇത്രയും ദിവസം നീണ്ടുപോയത്. ഒരുപക്ഷെ നേരത്തെ തന്നെ നമുക്ക് അർജുനെ ലഭിക്കുമായിരുന്നു. പക്ഷേ കർണാടക സർക്കാർ, അവിടുത്തെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളൊന്നും കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ചെയ്തില്ല. അവർ ആ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്തെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് തുടക്കത്തിൽ ചെയ്തത്. അല്ലാതെ ആ മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്ന അവരുടെ നാട്ടുകാരുണ്ട്, അവരെ രക്ഷിക്കാൻ പോലും അവരുടെ ഒരു തരത്തിലും അവരുടെ ആ പൗരന്മാരെ, അവരുടെ നാട്ടിലെ ആളുകളെ, സിവിലിയൻസിനെ രക്ഷിക്കാൻ പോലുമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെയാണോ കേരളത്തിൽ നിന്നുള്ള ഒരാളുടെ കാര്യം? അങ്ങനെ വളരെ നിസ്സംഗത തുടർന്നുകൊണ്ട്, അലംഭാവം തുടർന്നുകൊണ്ടുള്ളൊരു മനോഭാവമാണ് അവർ തുടക്കത്തിലുണ്ടായത്. ആ തുടക്കത്തിൽ അത് സ്വീകരിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മളടക്കം അനുഭവിക്കുന്നത്. എന്തായാലും വളരെ വിഷമത്തോടു കൂടി തന്നെ ആ 9ാം നാൾ അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്.